60 വർഷത്തോളം നീണ്ട സിനിമാ ജീവിതത്തിൽ മലയാളത്തിലെ മിക്ക താരങ്ങളുടെയും അമ്മവേഷം കൊണ്ട് ശ്രദ്ധേയായ നടിയാണ് കവിയൂർ പൊന്നമ്മ. പ്രേം നസീർ മുതൽ പുതുതലമുറ നടന്മാരുൾപ്പെടെ അമ്മയായി വേഷമിട്ടിട്ടുണ്ട്. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്നമ്മ മലയാളത്തിൽ സാന്നിധ്യം അറിയിക്കുന്നത്. രാമായണം അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ രാവണന്റെ ഭാര്യയായ മണ്ഡോദരിയെ ആണ് കവിയൂർ പൊന്നമ്മ വേഷമിട്ടത്. 20-ാം വയസ്സിൽ കുടുംബിനി എന്ന ചിത്രത്തിൽ സത്യൻ, മധു തുടങ്ങിയ നായക നടന്മാരുടെ അമ്മയായി കവിയൂർ പൊന്നമ്മ വെള്ളിത്തിരയിൽ വരവറിയിച്ചു. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ നെല്ല് എന്ന ചിത്രമായിരുന്നു പൊന്നമ്മയുടെ കരിയറിലെ നായികക്കല്ലായി മാറിയത്. 1980 മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാവാത്ത താരമായി പൊന്നമ്മ മാറി. 1989 ദേവദാസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നാടകീയത നിറഞ്ഞ കഥാപാത്രങ്ങൾ മുതൽ ഹാസ്യ കഥാപാത്രങ്ങൾ വരെ പൊന്നമ്മ ഇക്കാലയളവിൽ അനായാസം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചു. നാടകവേദികളിലൂടെയാണ് കവിയൂർ പൊന്നമ്മ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. TV സീരിയലുകളിലും പരസ്യങ്ങളിലും വേഷമിട്ടിട്ടുണ്ട്. ഗായികയായും മികവ് പുലർത്തി. 1971, 72, 73, 94 വർഷങ്ങളിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ കേരള സംസ്ഥാന ചരിത്ര അവാർഡ് ജേതാവ് കൂടിയാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ കവിയൂരിൽ TP ദാമോദരൻ ഗൗരി ദമ്പതികളുടെ മകളായാണ് പൊന്നമ്മയുടെ ജനനം. സിനിമാ നിർമ്മാതാവ് MK മണിസ്വാമിയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ജീവിത പങ്കാളി. ഏകമകൾ ബിന്ദു നടി കവിയൂർ രേണുക സഹോദരിയാണ്.